ഫ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. വിഷു എല്ലാവരും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അത്യാവശ്യം തിരക്കില്ലാണ്ട് പായസമൊക്കെ വെച്ച് കുടിച്ച് ആഘോഷിച്ചു. ഇനിയിപ്പോൾ ഈസ്റ്ററാണ്. ഈസ്റ്ററിന് നാളെ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏതായാലും താഴെ കൂടെ ആൾക്കാർ പോകുന്നതിൻ്റെ ഒച്ചപ്പാടും മക്കളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു മാസം മുന്നേ പ്രിപ്പയർഡാക്കി വെച്ച ഇതുവരെ പെൻഡിങ്ങിൽ വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും ഞാനിങ്ങനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു Q&A ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൂലം ഒരു 12 ക്വസ്റ്റ്യൻസ് എനിക്കിങ്ങനെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു Q&A ചെയ്യാനുള്ളൊരു സാഹചര്യവും എല്ലാം കൂടെ ഒത്തു വന്നത് ഇപ്പോഴാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ക്വസ്റ്റ്യൻസൊക്കെ ആക്കിയൊരു Q&A ചെയ്യാം, അതിനൊക്കെ മറുപടി ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ. എല്ലാം ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു Q&A ചേർത്തിട്ടില്ല. 2 ക്വസ്റ്റ്യൻ ഞാനത് മിസ്സാക്കിയിട്ടുണ്ട്, ലൈക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ഏത് ക്വസ്റ്റ്യനാണെന്നൊക്കെ ഞാൻ അവസാനം പറയാം, ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തിയേക്കണം കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസൊക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലോട്ട് വരും. അപ്പം അങ്ങനെ ഓക്കെ. പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സ്, എന്നെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ലൈക്ക് ചെയ്യുന്നവരാണ്, കമൻറ്റ് ചെയ്യുന്നവരാണ്. അവരുടെ അടുത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. അവരത് തെറ്റിക്കാതെ തന്നെ മറക്കാതെ തന്നെ ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇന്ന് നമുക്ക് നേരെ അധികം വലിച്ചു നീട്ടുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഷാരോൺ എന്നൊരു മോൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻ: യൂട്യൂബ് എന്ന മീഡിയ തുടങ്ങാൻ എന്താണ് കാരണം? ആരാണ് ഇതിനായി കൂടുതൽ താല്പര്യം കാണിച്ചത്? യൂട്യൂബ് എന്ന മീഡിയ തുടങ്ങാൻ കാരണം ഇഷ്ടം കൊണ്ട് തുടങ്ങിയൊരു പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം കൊണ്ട് തുടങ്ങിയൊരു കാര്യമാണ്. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഷിജോയ്ക്കും ഒരുപാട് താല്പര്യത്തോട് തുടങ്ങിയൊരു ചാനലാണിത്. ഒരു 3 വർഷം മുന്നേ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ അതെങ്ങനെ തുടങ്ങണം, ഇനി ഇതിനെക്കുറിച്ച് എനിക്കൊരു ABCD അറിയത്തില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവില്ലായിരുന്നു. എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ തുടങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ ആ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നൊക്കെ ചോദിച്ചു. ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക്കായിട്ടൊരു കാര്യം മാത്രം ഞാൻ അറിഞ്ഞു വെച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ജൂലൈ 1 ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയോ ചെയ്തു കേട്ടോ. അപ്പം പുറകിൽ നിന്ന് 100% സപ്പോർട്ട് എൻ്റെ ഷിജോ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു മുടക്കം വന്നിട്ടില്ല. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ആ ഒരു സപ്പോർട്ട് മതിയല്ലോ. പിന്നെ ഇപ്പം അത് മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരുപാട് നല്ല ഫ്രണ്ട്സ് എന്നെ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോനാണ് ഷാരോൺ. അപ്പോൾ ഷാരോണിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പം കാരണം ഞങ്ങളുടെ മനസ്സുകൊണ്ടുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ കൂടുതലായിട്ട് എന്നാ പറയണ്ടേ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കൂടുതൽ താല്പര്യം കാണിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേർക്കും താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഷിജോ അതെനിക്ക് പറഞ്ഞു തരും. തിരുത്തുക, ഈ ഒരു രീതി തിരുത്തുക എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് ഞാൻ വീണ്ടും അത് തിരുത്തി മുന്നോട്ട് പോകും. അങ്ങനെ ഇതുവരെ എത്തി 9 മാസമായി. 9 മാസം വീഡിയോ ലൈക്ക് ചാനൽ തുടങ്ങിയിട്ട് 9 മാസമായി എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം ഷാരോണിൻ്റെ ക്വസ്റ്റ്യന് വ്യക്തത വന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ചോദിച്ചൊരു, ഞാൻ ഒരുപാട് ആ വ്യക്തിയുടെ എല്ലാ വീഡിയോസും ഞാൻ മിസ് ചെയ്യാണ്ട് കാണാറുണ്ട്. വീഡിയോസ് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ മിസ് ചെയ്യാണ്ട് കാണുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചാനലാണ് ഡിയർ ജിന്ദഗി എന്ന് പറഞ്ഞ ഡിൽന
യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പം അതിൽ ആ കൊച്ച് ഡിൽന എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. എന്നാന്ന് വെച്ചാൽ ചാനൽ വീഡിയോസൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ ഐഡിയാസൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. സത്യം പറയാലോ, ഡിൽനയുടെ വീഡിയോസ് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല വീഡിയോസും അവൾ ആ ഒരു ചാനലിൽ നിന്ന് ആ മോളുടെ വീഡിയോസ് കണ്ട് പഠിച്ച് ഒരുപാട് 2-3 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിൽനയുടെ അടുത്ത് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഡിൽന തന്നെ ഒരു എന്നാ പറയണ്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് എൻ്റെ ജീവിതത്തിൽ. അവളുടെ ഓരോ വീഡിയോസും എല്ലാം കണ്ട് പഠിച്ച് ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഡിൽനയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ ഐഡിയാസൊക്കെ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ലേറ്റസ്റ്റായ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾക്കിപ്പോൾ കാണുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കും. പിന്നെ ഡയറിയിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നുവെച്ചിട്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇടുവാണ് കേട്ടോ പതിവ്. അല്ലാണ്ട് അപ്പം ഒരു നമ്മളിപ്പോൾ ട്രാവൽ വ്ളോഗൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ സൗണ്ട് കൊടുക്കേണ്ടത് സൗണ്ട് കൊടുത്താൽ മതി, ബാക്കിയുള്ളത് മ്യൂസിക് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ എന്നാ പറയേണ്ട പരിശ്രമം മതി. പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ആയ ന്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി ഇടുവാണെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം, പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഈ 2 രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ എന്നാ പറയണ്ട യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന കണ്ടൻറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. ചിലപ്പോൾ ട്രാവൽ വ്ളോഗായിരിക്കും, ചിലപ്പം ലേറ്റസ്റ്റ് ന്യൂസിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ച് പ്രിപ്പയർ ആയിട്ടിരുന്ന വീഡിയോസ് ആയിരിക്കും. അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുള്ള ഒരു ചാനലാണ് എൻ്റെ. ലൈക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ അങ്ങനെയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, അറിയാത്തവർക്കായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം ഡിൽന ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ അതൊരു റിക്വസ്റ്റായിട്ട് പറഞ്ഞേക്കുവാണ് കേട്ടോ. 2K ആയാലും 2 മില്യൺ ആയാലും ഞങ്ങളെ ഒന്നും മറക്കരുതെന്ന്. അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ നിമിഷം വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട്, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരെയും അറിയാം. പിന്നെ ചില വ്യക്തിപരമായ അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് എൻ്റെ ലൈവിലും വീഡിയോസൊക്കെ കാണാൻ പറ്റാത്തവരുണ്ട്. അതും എനിക്കറിയാം. വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരും എൻ്റെ വീഡിയോസ് സമയം കിട്ടുമ്പം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കെല്ലാവരെയും അറിയാം. ഞാൻ ഒരിക്കലും ആരെയും മറക്കത്തില്ല കേട്ടോ. അത് ഞാൻ പറയാലോ, ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയ ആ സമയം തൊട്ട്, ചാനൽ തുടങ്ങിയ ആ സമയം തൊട്ട് ഈ സമയം വരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഓൾമോസ്റ്റ് എനിക്കറിയാം. പിന്നെ എൻ്റെ ലൈവിനാണെങ്കിൽ ലൈവ് തുടങ്ങിയ ആ സമയം തൊട്ട് ഞാൻ ഈ ഒരു നിമിഷം വരെ ലൈവ് നടത്തുന്ന സമയത്ത് ആദ്യം തൊട്ട് ഈ ഒരു സമയം വരെ എൻ്റെ ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒരു പ്രാവശ്യം എൻ്റെ ഏതെന്തായാലും ഒരു പ്രാവശ്യം വന്നാൽ മതി. അവരെ ഞാൻ 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഓർക്കുന്നത്, എനിക്കങ്ങനെ ഞാനത് ഓർത്തിരിക്കും. അതായത് എൻ്റെ ലൈവിൽ വരുന്നവർക്കൊക്കെ അറിയാനും പറ്റും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരിക്കലും 2K ആയാലും 2 മില്യൺ ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ആരെയും ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഹബീബ് ചേട്ടൻ എന്ന് പറഞ്ഞ ഹബീബ് ചേട്ടൻ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹബീബ് ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമാണ്, യൂട്യൂബ് എന്ന സോഷ്യൽ മാധ്യമത്തെ ഒരു വരുമാനമായാണോ കാണുന്നത്? ഒരിക്കലുമല്ല. ഞാൻ പറയാല്ലേ, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കലിൽ നിന്നും നമ്മുടെ മൈൻഡ് ഒരുപാട് ഡൈവേർട്ടാകും കേട്ടോ. അല്ലെ നമ്മളിങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കും, അതെന്താണ് അങ്ങനെ, അവരെന്താണ് ഇങ്ങനെ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. പക്ഷേ ഈ ഒരു യൂട്യൂബ് പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത മുഴുവൻ ആ ഒരു അതിലോട്ട് ഫോക്കസായി. പിന്നെ ഏത് വീഡിയോ ഇടണം, എങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടണം, പിന്നെ വീഡിയോനെ കുറിച്ച് പ്രിപ്പറേഷനായി, പിന്നെ എന്നും അപ്ലോഡ് ചെയ്യാനോ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു പിന്നെ നമ്മുടെ തലയിലോട്ട് നമുക്കൊരു ആ ഒരു ചിന്ത വന്നു, എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണം, ചെയ്തില്ല പിന്നെ ചെറിയൊരു അറ്റ്ലീസ്റ്റ് ഒരു റീലെങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ നടന്ന് ഒരുപാട് വേറെ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലോട്ട് അങ്ങനെ കടന്നു വരത്തില്ല. അതുകൊണ്ട് ഒരുപാട് റിലാക്സ്ഡ് ആവും കേട്ടോ. ഞാൻ ഒരുപാട് റിലാക്സ്ഡ് ആയി ആ ഒരു കാര്യത്തിൽ. അപ്പം വരുമാനം കിട്ടാനായിട്ട് വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു കൂലി കിട്ടണമല്ലോ. അപ്പം ആ ഒരു ആഗ്രഹം എന്തായാലും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകുക, അത്രേ ഉള്ളൂ കേട്ടോ. മനസ്സ് പിന്നെ റിലാക്സ് ആകുക, വേറെ ചിന്തകളും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കുക, നമ്മുടെ കുടുംബം, ഈ ഒരു കാര്യം അത്രേ ഉള്ളൂ. പുറത്തെ വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മൾ ചിന്തിച്ച് അങ്ങനെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം. ഇതാണ് മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം.
പിന്നെ ഒരു ടീച്ചേഴ്സ് ഫാമിലി എന്ന നിലയിൽ വിജ്ഞാനപരമായ ഒരു കണ്ടൻറ്റ് കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പം ടീച്ചേഴ്സ്, അപ്പം നിങ്ങൾക്കറിയാലോ, ഹസ്ബൻഡും ഞങ്ങൾ രണ്ടും പ്രൊഫഷൻ ടീച്ചിങ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന നിലയിൽ വിജ്ഞാനപരമായി എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കുന്നതിനോട് കൂടുതൽ താല്പര്യമുണ്ടോ? ഞാൻ പിന്നെ അങ്ങനെയും ചില വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പല പല ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 2 മാസം മുന്നേ മരണമടഞ്ഞ ആ ഒരു 10th പഠിക്കുന്ന മുഹമ്മദ് അഫ്ഫാൻ എന്ന ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കുറേ ന്യൂസുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. അപ്പം അങ്ങനെ ആ കൊച്ചിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ വീഡിയോ എന്ന രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരത് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻ്റൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും വീഡിയോസൊക്കെ ജസ്റ്റ് പ്രിപ്പയർ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് കണ്ട് എന്നാ പറയണ്ടേ, നല്ല രീതിയിൽ എടുക്കുന്നവരെടുക്കട്ടെ എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, സമൂഹത്തിൽ നന്മകളുള്ള മനുഷ്യരുള്ള ഒരു പാലം പോലെ ഇതിനെ കാണുന്നുണ്ടോ? അതായത് യൂട്യൂബ് ചാനലിലുള്ള വ്യക്തികളെ കുറിച്ചാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. ആ ഒരു വ്യക്തി ചോദിച്ചത്, നന്മയുള്ള ഒരു പാലം പോലെ ഇതിനെ കാണുന്നുണ്ടോ സഹകരണ സംസ്കാരം എന്ന നിലയിൽ? തീർച്ചയായിട്ടും ഞാൻ ആദ്യം തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഈ ഒരു നിമിഷം വരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എന്നെ ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അത് വഴിക്ക് വെച്ചവർ നിർത്തി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് ഈ ഒരു നിമിഷം വരെ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കൂടുതലും എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ മെമ്പേഴ്സാണ് കേട്ടോ. എൻ്റെ ഷിജോ ഒഴിച്ച് ബാക്കി ഫാമിലി മെമ്പേഴ്സിനേക്കാളും കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എൻ്റെ പുതിയ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം നല്ല കമൻസൊക്കെയാണ് അവരെൻ്റെ ഓരോ വീഡിയോസിൻ്റെയും താഴെ അവർ ടൈപ്പ് ചെയ്തിടുന്നത്. അത് വളരെ ക്ഷമയോടുകൂടി, വലിയ ഇത്ര ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും, എന്നാലും അത് ഒരുപാട് ക്ഷമയോടുകൂടി അവരത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പം എനിക്കെന്തോ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വീഡിയോ മാത്രം കണ്ട് നമുക്ക് അറിയാലോ, ഒരു വീഡിയോ കാണുമ്പം അതിൻ്റെ അടിയിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നമുക്ക് യൂട്യൂബേഴ്സിന് പൊതുവേ ഉള്ളൊരു സന്തോഷമായിരിക്കും. നല്ല നല്ല പോസിറ്റീവ് കമൻസാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നും. ആദ്യമൊക്കെ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാ പറയണ്ടേ, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആരും ഒന്നും പ്രതികരിക്കാണ്ടൊക്കെ ഇരിക്കുമ്പം ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഇപ്പം മാറി. എന്നാ പറയണ്ടേ, ഞാൻ കഴിഞ്ഞ ദിവസമല്ല, ഒരു 2-3 ആഴ്ച മുന്നേ ഒരു ചേച്ചിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ ഇട്ടേക്കുവാണ് കേട്ടോ, നമ്മൾ റിപ്ലൈക്ക് വേണ്ടി യാചിക്കരുത്. ലൈക്ക് ആ ഒരു കണ്ടൻ്റായിരുന്നു കേട്ടോ അത്. എന്നാ പറയുക, റിപ്ലൈക്ക് വേണ്ടി നമ്മൾ യാചിക്കരുത്, പിന്നെ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കരുത്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാലത്ത് അത് ശരിയാണ്. എനിക്കും ആ ഒരു ചിന്തയായിരുന്നു കേട്ടോ. എന്തോ അവരങ്ങനെ ചെയ്യാത്തത്, വീഡിയോസിൽ നിന്ന് കമൻറ്റ്സ് ഇടാത്തത്, ലൈക്ക് ചെയ്യാത്തത്, പ്രത്യേകിച്ച് നമ്മൾ അടുത്തറിയുന്ന ആൾക്കാർ, കുടുംബക്കാരൊക്കെ ഒന്നും ചെയ്യാണ്ടൊക്കെ എനിക്കെന്തോ ഒരു വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ആ ചേച്ചിയുടെ ആ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അല്ലാണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് ഫ്രണ്ട്സ് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെടുക. ഏതെങ്കിലും ഒരു കാലത്ത് എല്ലാവർക്കും തിരിച്ചറിവ് വരും എന്നൊരു ചിന്തയോടെ മുന്നോട്ട് പോവുക. ആരെയും മോശപ്പെടുത്താതെ നല്ലത് മാത്രം ചിന്തിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോകുക. നമ്മുടെ ഭാഗം ക്ലിയറാക്കി നമ്മളങ്ങ് മുന്നോട്ട് പോവുക. അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മതി. അന്നേരം ഷിജോ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർ മതി, അത് മതി, ഇനി അയ്യോ അവർ ചെയ്തില്ലല്ലോ, ഇവർ ചെയ്തില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് നമ്മളതിനെക്കുറിച്ച് മനസ്സിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ എൻ്റെ ഷിജോയും പറഞ്ഞു തന്നു. അപ്പം ആ ഒരു ചിന്ത അങ്ങനെ അങ്ങ് പോയി കേട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്നും ഇന്നും. അത് മതി. ഇനിയിപ്പം ഏതെങ്കിലും കാലത്ത് അവർക്ക് കമൻറ്റ് ഇടാനോ ലൈക്ക് ചെയ്യാനോ വീഡിയോസ് കാണാനൊക്കെ തോന്നുവാണെങ്കിൽ അന്നേരം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവരുടെ ആരുടെ അടുത്തും പരാതി പരിഭവങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ വീഡിയോസ് അങ്ങനെ മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ ഒരു വേറെ ചിന്താഗതി ഒന്നും മനസ്സിലോട്ട് വരാണ്ടിരിക്കാനാണല്ലോ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയേക്കുന്നത്. അപ്പം അതങ്ങനെ തന്നെ. ഇപ്പം ഇതിൻ്റെ പേരിൽ വേറെ ചിന്തകളൊന്നും മനസ്സിലോട്ട് കൊണ്ടുവരാണ്ട് നല്ല രീതിയിൽ മാത്രം വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഉദ്ദേശം എനിക്കുള്ളൂ. അപ്പം വീഡിയോ അല്ല, ചാനൽ കൊണ്ടുപോകാനുള്ള ഉദ്ദേശമുള്ളൂ. അപ്പം
ഇത്തരം ക്വസ്റ്റ്യനൊക്കെയാണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം ഒരുപാട് ലെങ്തി ആയാലും ഒരു രസമില്ലല്ലോ. പിന്നെ വീഡിയോ ചാനൽ മോണിറ്റൈസേഷനായോ ഫസ്റ്റ് റവന്യൂ കിട്ടിയോ എന്നൊക്കെ ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിനെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്, അതുകൊണ്ടാണ്. അതൊക്കെ ഒരു സന്തോഷം, ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട് എനിക്ക്. അപ്പം ഇതിപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു 10 മിനിറ്റിന് മേലെ വീഡിയോ പോയി. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് നിങ്ങളധികം ബോറടിപ്പിക്കാണ്ട് വീഡിയോ എൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ മോണിറ്റൈസേഷൻ്റെ കാര്യവും ഫസ്റ്റ് റവന്യൂയുടെ കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഏതായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയിപ്പം അടുത്ത വീഡിയോസും കാര്യങ്ങളും ചിലപ്പം ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. ഞങ്ങൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ 26th വരെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അപ്പോൾ 27th മോർണിംഗ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, നാട്ടിലോട്ട് വരികയാണ്. ഒരു മാസം ഇനി നാട്ടിലാണ്. ഇനിയിപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഡെയിലി ലൈവ് ഉണ്ട്, ലൈവിനൊന്ന് ഞാൻ എല്ലാ ദിവസവും വരും. അപ്പം ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നാട്ടിൽ ചെന്നിട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പം ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.